ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന് വിചാരണയ്ക്ക് ശേഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുക എന്നത് നിയമപ്രകാരമുള്ള രീതിയാണ്. എന്നാൽ കോടതിക്കോ വിചാരണയ്ക്കോ ഒന്നും വിധേയനാകാതെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ വരും കാലത്ത് കുറ്റം ചെയ്യും എന്നുള്ള മുൻവിധിയോടെ ജയിലിൽ ഇടുക എന്നത് ശരിയാണ്. ഇതാണ് പ്രിവന്റീവ് ഡിറ്റൻഷൻ അഥവാ കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. ഭരണഘടന പരിരക്ഷിക്കുന്ന അടിസ്ഥാന അവകാശങ്ങൾ കണക്കിലെടുക്കാതെ ദീർഘകാല കുറ്റവാളികൾക്കെതിരെ ആവർത്തിച്ചുള്ള പ്രതിരോധ കസ്റ്റഡി ഉപയോഗിച്ചതിന് മാർച്ച് 21 തെലങ്കാന സർക്കാരിനെയും പോലീസിനെയും സുപ്രീം കോടതി ശിക്ഷിച്ചു. തടങ്കൽ തീരുമാനം സുപ്രീം കോടതി അസാധുവാക്കുകയും ചെയ്തു. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് സംരക്ഷണം നൽകണമെന്നാണ് ഭരണഘടന വ്യക്തമാക്കുന്നത്. ഡിറ്റൻഷൻ 2 തരമുണ്ട്: പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ ആൻഡ് പ്രിവന്റീവ് ഡിറ്റൻഷൻ. വിചാരണയ്ക്ക് ശേഷം കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ ജയിലിൽ ശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു എന്നതാണ് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ. പ്രിവന്റീവ് ഡിറ്റൻഷൻ ആണെങ്കിലോ വിചാരണയ്ക്ക് വിധേയനാകുന്നതിന് മുൻപേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുന്നു. ആർട്ടിക്കിൾ 22 ആദ്യ ഭാഗത്തിൽ പറയുന്നത് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ അവകാശങ്ങളെ പറ്റിയാണ്. അതായത് എന്ത് കാരണത്താലാണ് ആ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നറിയിക്കണം. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഒരു വക്കീലിനെ നിയമിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. 24 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയിരിക്കണം. ആർട്ടിക്കിൾ 22 രണ്ടാം ഭാഗത്തിൽ പ്രിവന്റീവ് ഡിറ്റൻഷൻ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു.